ദീനിനോട് കൂറ് പുലർത്തിയിട്ടില്ലെങ്കിൽ എന്താ? ഫാഹിഷത്തുകളും തിന്മകളും ശിർക്കും അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും തോന്നിവാസങ്ങളും അശ്ലീലതകളും വ്യഭിചാരങ്ങളും അധർമ്മങ്ങളും അതുപോലെയുള്ള തോന്നിവാസങ്ങളുമൊക്കെ ഒരു സമൂഹത്തിൽ പെരുകിയാൽ മഹാനായ മുത്ത മുസ്തഫയുടെ മുന്നറിയിപ്പ് ഒന്ന് കേൾപ്പിക്കട്ടെ. ലം തദ്ഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാഉ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിമുൽ ലദീന മദൂ. എന്താണ് ആശയം? ഞാൻ ചുരുക്കി പറയട്ടെ. ഒരു സമൂഹത്തിൽ വിജ്ഞാനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ തഖ്വയൊക്കെ ചോർന്നു പോയിട്ട് അവര് പിന്നെ ലഹരിക്കടിമകളാ, അവര് പിന്നെ മോശപ്പെട്ട കാര്യങ്ങളാ കാണുന്നത്, അവര് സിനിമയുടെ വക്താക്കളാ, അവര് പിന്നെ കോമഡിയുടെ വക്താക്കളാ, അവർക്ക് പിന്നെ ആണും പെണ്ണും തമ്മിൽ ഇടകലരുന്നതും കൂട്ടിയുരുമ്പുന്നതും പുറത്തു തനിച്ചാകുന്നതും ചാറ്റിംഗ് നടത്തുന്നതും മോശപ്പെട്ട രൂപത്തിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നതും അത് കണ്ട് ആസ്വദിക്കുന്നതും ഒന്നും പിന്നെ അവർക്കൊരു പ്രശ്നമല്ലാത്ത അങ്ങനെ ഫാഹിഷത്തുകൾ സമൂഹത്തിൽ വ്യഭിചാരവും വ്യഭിചാരത്തിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒരു സമൂഹത്തിൽ അങ്ങ് പ്രചാരത്തിലെത്തിയാൽ ചിന്തിക്കണേ സഹോദരാ, അള്ളാന്റെ റസൂല മുന്നറിയിപ്പ് നൽകുന്നത് ഇല്ലാ ഫശാഫീഹിമുത് താഊൻ, ഇല്ലാ ഫശാഫീഹിമുത് താഊൻ. ആ ജനതയിൽ പ്രചരിക്കാതിരിക്കില്ല, പടർന്നു പിടിക്കാതിരിക്കില്ല അത്താഊൻ വൽ ഔജാഉ, മാരകരോഗങ്ങൾ പടർന്നു പിടിക്കാൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ മോശത്തരങ്ങളുടെ ഒരു കാരണമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പകർച്ചവ്യാധികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഡോക്ടർമാർ കൈമലർത്തി നിൽക്കുകയാണ്. ഒരു ചികിത്സയും ഇതിന് ഞങ്ങൾക്ക് തരാനില്ല. കാണാൻ പോലും കഴിയാത്ത, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു സൂക്ഷ്മാണുവല്ലേ ആഗോളതലത്തിൽ നിന്ന് എമർജൻസി പ്രഖ്യാപിക്കപ്പെടാൻ കാരണമായത്. ഗ്ലോബൽ എമർജൻസി, ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ച ഒരു സൂക്ഷ്മാണു ാണോ? അതും അള്ളാന്റെ ഒരു പടപ്പല്ലേ? മനുഷ്യ എന്തിനാ അഹങ്കരിക്കുന്നത്? ആരോടാണ് ഈ വാശി തീർക്കുന്നത്? ആരോടാണ് ഈ പക്ഷം പിടിച്ച് നടക്കുന്നത്? അള്ളാന്റെ ദീന് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാതെ അവിവേകത്തിന്റെ പാതയിലേക്ക് പോയാൽ ഇവിടെ പകർച്ചവ്യാധികൾ കൊണ്ട് ശിക്ഷ വരും എന്ന് അള്ളാന്റെ റസൂലാണ് പറയുന്നത്. അങ്ങനെ ശിക്ഷകൾ വരുമ്പോ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഅ്മിനീങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ നിവൃത്തിയുള്ളൂ. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പകർച്ചവ്യാധികൾ കൊണ്ട് വേവലാതിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണെന്നറിയോ? ഒരു രാജ്യത്ത് പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുള്ള രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങളാരും യാത്ര പോകരുതേ. അതില്ലാത്ത രാജ്യത്തുള്ള ആളുകളോട് ഉള്ള രാജ്യത്തേക്ക് നിങ്ങൾ അങ്ങോട്ടും പോകരുതേ എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പകർച്ചവ്യാധികളായ വൈറസുകളെ തടയാൻ വേണ്ടിയുള്ള ആഹ്വാനം പറഞ്ഞത് സഹീഹായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തീർന്നോ? ഉമ്മമാര് ശ്രദ്ധിക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനെ കുറിച്ചാ നമുക്ക് മുന്നറിയിപ്പ് തരാത്തത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ പാത്രങ്ങൾ മൂടി വെക്കണം. നിങ്ങളുടെ ഭക്ഷണ പാത്രങ്ങൾ നിങ്ങൾ മൂടാതെ വെക്കരുതേ. അതുപോലെ തന്നെ വെള്ളപാത്രങ്ങൾ, പാനപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കാതെ ഭദ്രമാക്കാതെ വെക്കരുതേ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കമഴ്ത്തി വെച്ചോളണം. പാത്രങ്ങൾ വെറുതെ തുറന്നിടരുത്. കാരണം എന്താ? എല്ലാ വർഷത്തിലും ഒരു മഹാമാരി ഇറങ്ങാനുണ്ട്. വാർഷികമായി എല്ലാ വർഷത്തിലും ഒരു മഹാരോഗം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. മൂടിവെച്ചിട്ടില്ലാത്ത ഭക്ഷണപാത്രങ്ങളോ ഭദ്രമായി കെട്ടിവെച്ചിട്ടില്ലാത്ത, അടച്ചു വെച്ചിട്ടില്ലാത്ത പാനപാത്രങ്ങളോ ഉണ്ടെങ്കിൽ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ, ആ മഹാ
മഹാമാരി ആ പാത്രത്തിലേക്ക് ഇറങ്ങും ജനങ്ങളെ. അതുകൊണ്ട് വെള്ളപ്പാത്രമാണെങ്കിലും ഭക്ഷണപാത്രമാണെങ്കിലും ഫ്രിഡ്ജിന്റെ അകത്തേക്ക് കയറ്റി വെക്കുകയാണെങ്കിൽ പോലും മൂടി വെക്കണേ ഉമ്മമാരെ, മൂടി വെക്കണേ. ഒന്നുമില്ലാത്ത പാത്രങ്ങളാണെങ്കിൽ പോലും മലർക്കേ ഗ്ലാസുകളും പാത്രങ്ങളും കലങ്ങളും തുറന്നു വെക്കല്ലേ, കമഴ്ത്തി വെക്കണേ. റഹ്മത്തുല്ലിൽ ആലമീനായ നേതാവിന്റെ മുന്നറിയിപ്പാണ്. കാരണം എന്താ? ഓരോ കൊല്ലത്തിലും ചികിത്സയില്ലാത്ത ചില മഹാമാരികൾ ഓരോ വർഷത്തില് അതേത് രാത്രിയാണ് നമുക്കറിഞ്ഞുകൂടാ. ഒരു കൊല്ലത്തിൽ ഒരു രാത്രിയിൽ ഒരു മഹാമാരി ഇറങ്ങുന്നുണ്ട്. അതേത് ദിവസമാണെന്നറിയില്ല. അതുകൊണ്ട് പ്രിക്വേഷൻ എടുക്കണേ, മുൻകരുതലുകൾ എടുക്കണേ. സ്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്ലാം ഇതാ പറയുന്നത്. അതേ വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ കൈകൾ സോപ്പിട്ട് കഴുകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഉറങ്ങി എഴുന്നേറ്റ് ഉദുവെടുക്കുന്നതിന്റെ മുമ്പ് ഇരു കൈകളും കഴുകണേ. ഭക്ഷണം കഴിക്കുമ്പോ കൈകൾ കഴുകണേ. അതേ ബിസ്മില്ല ചൊല്ലിയിട്ട് കഴിക്കണം. കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. വൃത്തി വേണേ. ശരീരത്തിലെ മാലിന്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ മറക്കല്ലേ. കുളിക്ക് പുണ്യമുണ്ട്, ഇന്ന് പുണ്യമുണ്ട്. മാത്രമല്ല സത്യവിശ്വാസികൾ എല്ലാ സമയത്തും ഒരിക്കൽ ഉളു മുറിഞ്ഞാൽ അടുത്ത ഉളു അവൻ എടുക്കുകയാണ്. ഉളുവോടെയല്ലാത്ത ഒരാണോ പെണ്ണോ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെയാകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളെ, എത്ര വൃത്തിയും അതുപോലെ തന്നെ ശ്രദ്ധയുമൊക്കെ ഉണ്ടായാലും വരേണ്ടത് തടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അത് കഴിയുന്ന നാഥനോട് ദുആ ഇരക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. ഉമ്മമാര് പഠിക്കണം, മക്കൾക്ക് പഠിപ്പിക്കണം. അത് പറയാത്തൊരു രാവും പകലും കഴിഞ്ഞു പോകരുത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവല് ചോദിക്കുകയാണ്. കുഷ്ഠരോഗത്തില്ലെന്ന്, വെള്ളപ്പാണ്ടില്ലെന്ന്, മാനസിക രോഗത്തില്ലെന്ന്, അതുപോലെ തന്നെ ചികിത്സയില്ലാത്ത ഒരുപാട് ഞങ്ങൾ ഭയപ്പെടുന്ന മഹാമാരികളുണ്ട്. ക്യാൻസർ ഉണ്ട്, കിഡ്നിയുടെ രോഗമുണ്ട്, ഹൃദ്രോഗമുണ്ട്. പലവിധത്തിലുള്ള പേരറിയുന്നതും അറിയാത്തതും ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കപ്പെടാതെ വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുന്നതുമായ നൂറുകൂട്ടം രോഗങ്ങളുണ്ട്. റബ്ബേ, എല്ലാം നീ പടച്ചത് തന്നെയാണ്. നീ ഞങ്ങളെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ അദ്കാറുസ് സബാഹ് ചൊല്ലുന്നു, അദ്കാറുൽ മസാ ചൊല്ലുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിന്റെ പേരിനോടൊപ്പം ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു ശർറും എനിക്ക് വരൂല എന്നും പറഞ്ഞ് റബ്ബിന്റെ നാമം ഉരുവിടാൻ ദിവസേന 3 തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട്, ഉമ്മമാരെ ഉപ്പമാരെ, നമ്മൾ ചൊല്ലാറുണ്ടോ? മക്കൾ ചൊല്ലുന്നുണ്ടോ? പരിശോധന നടത്താറുണ്ടോ? അതേ രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം, മുഅവ്വദത്തൈനി പാരായണം ചെയ്യണം. അത് 3 തവണ നീ ചൊല്ലണം. നിനക്ക് എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും അത് കാവലാണെന്ന് പഠിപ്പിച്ച നേതാവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്ത് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങിയാലും, ഏത് രൂപത്തിലുള്ള കവചം അണിഞ്ഞ് പുറത്തിറങ്ങിയാലും, ഏത് രൂപത്തിലുള്ള പ്രിക്വേഷൻ എടുത്ത് പുറത്തിറങ്ങിയാലും, അല്ലാഹുവേ, നിന്റെ കാവലാണ് എനിക്ക് വേണ്ടത്. നിന്നിൽ ബരമേൽപ്പിച്ചുകൊണ്ടായി സാധു പുറത്തേക്ക് ഇറങ്ങുന്നത്. തവക്കൽതു അലല്ലാഹ്, എല്ലാ പവറും എല്ലാ ശക്തിയും നിന്റെ കരങ്ങളിലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ വിളിച്ചു പറയപ്പെടുന്നുണ്ട്, ഹുദീതാവ വുഖീതാവ കുഫീത, നിനക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, നിനക്ക് കാവല് കിട്ടിപ്പോയി.
എല്ലാവിധ ശർറുകളിൽ നിന്നും നിനക്ക് സംരക്ഷണം കിട്ടിയിട്ടുണ്ട് എന്ന് ആശീർവാദം അറിയിക്കപ്പെടുന്ന ദുആയാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മുത്തുനേതാവ് നഷ്ടപ്പെടുത്താതെ ഒരിക്കലും വീഴ്ച വരുത്താതെ ചൊല്ലിയ ദിക്റില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വഅഹ്ലി വമാലി അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ നുഗ്താല മിൻ തഹ്തി. റബ്ബേ, മുന്നിൽ നിന്ന് കാവല് തരണം, പിന്നിലൂടെ വരുന്ന ശർറിൽ നിന്ന് കാവല് തരണം. വലതുവശത്തിലൂടെ വന്നേക്കാവുന്ന ആപത്തുകൾ തടുക്കണം, ഇടതുവശത്തിലൂടെ വന്നേക്കാവുന്ന ആപത്തുകൾ തടുക്കണം. മുകളിൽ നിന്നിറങ്ങുന്ന മഹാമാരികളും അതുപോലെയുള്ള എന്തൊക്കെയുണ്ടോ നിന്റെ കാവല് വേണേ. ഭൂമിക്കടിയിൽ നിന്ന് വരാനിരിക്കുന്ന ഏതൊക്കെ ശർറുകളുണ്ടോ അതിലൊന്നും ഞാൻ പെടാതെ നീ എന്നെ കാത്തോളണം എന്ന് പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാന്റെ റസൂല് ചോദിക്കാത്ത ഒരു ദിനം കഴിഞ്ഞു പോയിട്ടുണ്ടോ? അത് ചോദിച്ച ഒരു ദിനമെങ്കിലും നമുക്കും പോയിട്ടുണ്ടോ? ഒന്ന് ഗൗരവത്തോടെ ആലോചിക്കണേ. ഇൽമെന്ന് പറയുന്നത് നാഫിയായ ഇൽമാണ്, അത് പ്രവർത്തിക്കാനുള്ള ഇൽമാണ്. അത് സർട്ടിഫിക്കറ്റ് നേടാനുള്ളത് മാത്രമല്ല, അത് ജോലി നേടാനുള്ളതല്ല. നമുക്ക് ശർഈയായ ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, അദ്കാറുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം, ദുആ ദിക്റുകൾ അർത്ഥസഹിതം നമ്മൾ പഠിക്കണം. വീടുകളിൽ ഖുർആൻ പാരായണം മുടങ്ങാതെ നടക്കണം. നമ്മുടെ മക്കളുടെ വേഷവിധാനങ്ങൾ നാൾക്ക് നാൾ മോശമായി വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ നേരെ കൊഞ്ഞനം കുത്തുന്ന മക്കളായി നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര് അതപ്പതിക്കാതിരിക്കാൻ നോക്കണേ കുടുംബനായകന്മാരെ. ഓ വിശ്വാസികളെ, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാര്യയുടെ, ഇണയുടെ, മക്കളുടെ എല്ലാവരുടെയും ശരീരങ്ങളെ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ എന്നല്ല പറയുമ്പോ നമ്മുടെ പെൺകുട്ടികളതാ ആധുനിക കാലഘട്ടത്തിൽ അവരതാ തട്ടം കൊണ്ട് തലയിലേക്ക് ഒരുപാട് ചുരുട്ടി വെക്കുന്നുണ്ട്. അവരുടെ തട്ടം കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ ഒരുപാട് ചുരുട്ടി വെച്ച് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ പിന്നിലേക്ക് ഒരു പ്രത്യേക കുടുമയും വെച്ച് അതേ എത്ര മീറ്റർ തുണി കൊണ്ട് ആ തലയിലേക്ക് അങ്ങ് ചുരുട്ടി വെച്ചാലും ആ പെണ്ണിന്റെ മാറ് മറയുന്നില്ല. അള്ള പറഞ്ഞത് എന്തിനാ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത്? അവരുടെ മാർവിടങ്ങളിലൂടെ അവരുടെ മുഖമക്കനകൾ താഴ്ത്തിയിടട്ടെ. അവരുടെ അയഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് അവർ താഴ്ത്തിയിടട്ടെ. നേതാവായ റബ്ബ് സുബ്ഹാനഹുവിന്റെ റസൂല് നമുക്കത് പഠിപ്പിച്ചു തന്നപ്പോ ഇന്നതാ ഫാഷന്റെ പേരിലുള്ള പർദ്ദകളാണ്, അപായകളാണ്, നോട്ടത്തിന് ലക്കും ലഗാനുമില്ല. അള്ള പറഞ്ഞ പരിഹാരമാണ് ഒളിച്ചോട്ടങ്ങളില്ലാതിരിക്കാൻ. അതിന്റെ ഒന്നാമത്തെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തോ മോനെ, ഒന്നാമത്തെ സ്വിച്ച് തന്നെ അങ്ങ് ഓഫ് ചെയ്യണേ ജനങ്ങളെ നല്ല പറയാണ്. എന്താണ് വ്യഭിചാരത്തിനും ഒളിച്ചോട്ടത്തിനുമൊക്കെ നിമിത്തമാകുന്ന ഒരുപാട് സ്വിച്ചുകളുണ്ട്. അതിന്റെ ആദ്യത്തെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തോളണം. അതാണ് അല്ലാഹ് പറയുന്നത് സൂറത്തുൻ നൂറിലൂടെ, ഖുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. ഓ വിശ്വാസികളായ ആണുങ്ങളോട് പറയൂ നബിയേ, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. ഏത് കോലത്തിലുള്ള ഏത് ജാതി പെണ്ണ് പോകുന്നത് കണ്ടാലും നോക്കല്ല മോനെ, നിനക്കവിടേക്ക് കണ്ണ് താഴ്ത്തിയാൽ അതിനേക്കാളെല്ലാം അപ്പുറമുള്ള പരിശുദ്ധകളായ ഇണകളെ പരലോകത്ത് സ്വർഗത്തിലുള്ള ഹൂറികളായി ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ. അതോർക്കുമ്പോ നിനക്കിവിടെയുള്ള പെണ്ണെന്ത് പെണ്ണാ, അതുകൊണ്ട് കണ്ണങ്ങ് താഴ്ത്തിക്ക മോനെ. അതാണ് നിനക്ക് പരിശുദ്ധിക്ക് നല്ലതെന്നല്ല പറയുന്നു. അതുപോലെ മോമിനാത്തുകളോടും പറയാണ്, ഓ പെണ്ണുങ്ങളെ കണ്ണങ്ങ് താഴ്ത്തിക്കോളണം. ആശ വെച്ചൊരാണിന്റെ സൗന്ദര്യം ആസ്വദിക്കണ്ട. നിങ്ങളുടെ അലങ്കാരം സ്വന്തം ഭർത്താവിന് കാണിച്ചാ മതി, അത് മറ്റുള്ളവന് നോക്കി കൊതിപ്പിക്കണ്ട. റബ്ബിന്റെ ശാപത്തിന് ഹേതുവാകണ്ട പെങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാ പഠിപ്പിച്ചു തന്നത്.
ഈ സമുദായം അതിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ സ്വഭാവരംഗത്തോ ആചാരരംഗത്തോ പെരുമാറ്റ രംഗത്തോ സാമ്പത്തിക രംഗത്തോ ധാർമ്മിക രംഗത്തോ ലൈംഗിക വിശുദ്ധിയുടെ മേഖലയിലോ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുല്ലു ബിനി ആദമ ഖത്താ, സർവമനുഷ്യരും പാപങ്ങൾ പറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ഏതു പാപികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കാൻ സന്നദ്ധനാണ്. അതുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ട് പഠനത്തിന്റെ രംഗത്തേക്ക് നമ്മൾ തിരിച്ചു വരണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഈമാനാണ് നമുക്ക് കാവലായിട്ടുള്ളത്. അതേ, പൗരത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അതേ നമ്മുടേതായ അസ്തിത്വത്തിന് പോരലേൽപ്പിക്കപ്പെടാനുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും അതേ ഒന്നിച്ചൊന്നായി ചേർന്ന് നിൽക്കുക, ചെറുത്തു തോൽപ്പിക്കുക എന്ന മഹത്തായ ആദർശ മുദ്രാവാക്യത്തെ അണിനിരത്തിക്കൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും അതേ ഫാസിസ മനസ്ഥിതിയുള്ളതല്ലാത്ത മുഴുവൻ ജനങ്ങളും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി മുന്നേറുന്നു. പക്ഷേ ആ മുന്നേറ്റത്തിനിടയിലും അല്ലാഹനെ മറക്കരുത്, സമരരംഗത്തും നമുക്ക് ഇസ്ലാമുണ്ട്. യുദ്ധരംഗത്ത് വരെ നിയമം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പൊരിഞ്ഞ യുദ്ധം നേർക്ക് നേരെ നടക്കുമ്പോ പോലും നിസ്കാരം ഖളാ ആക്കാൻ വകുപ്പില്ല മോനെ. ഭയമുള്ള നേരത്ത് നിസ്കരിക്കേണ്ട നിസ്കാരത്തിന്റെ രൂപം പോലും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഒരു സമരത്തിന്റെ മേഖലയിൽ പങ്കെടുത്തിട്ടും നിസ്കാരം ഒഴിവാക്കല്ലേ, ജമാഅത്ത് നഷ്ടപ്പെടുത്തല്ലേ. മുദ്രാവാക്യം വിളിക്കുമ്പോ ഈ പറയുന്നതൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടെന്ന ബോധത്തോടെ അശ്ലീലം വരാതെ ആഭാസങ്ങൾ വരാതെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ വിളിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നിച്ചൊന്നായി മുന്നോട്ട് പോകുമ്പോ ഓരോരുത്തരും സമരരംഗത്താണ്. തന്റെ സഹോദരന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കുന്ന, അവനെ തിക്കിത്തിരക്കി നടക്കാതെ അവന് പ്രയാസമുണ്ടാക്കാതെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ച് അതുപോലെ തന്നെ റബ്ബിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊന്നും എന്തിനും ഞങ്ങൾക്ക് കാവൽ തരേണ്ടത് റഹ്മാനായ റബ്ബാണ് ഞങ്ങൾക്ക് കാവൽ തരേണ്ടത്. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഏതൊരു സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെയും മുമ്പ് പലപ്പോഴും അവിടുന്ന് തേടിയവര് തേട്ടമുണ്ട്. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക വമിൻ തഅതിക മാ തുബല്ലിഗുനാ به جنتك ومن اليقين ما تهون علينا مصائب الدنيا ومتعنا اللهم أسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا യർഹമുനാ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് മുഴുവനും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കിത് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, വിവരമുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എഴുതി അർത്ഥസഹിതം പഠിച്ചുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണേ. അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. റബ്ബേ തഖ്വ തരണം, റബ്ബേ നിന്റെ പേടി തരണേ റബ്ബേ. എങ്ങനത്തെ പേടി വേണം? അള്ളാഹിനെ എങ്ങനെ പേടിക്കാൻ കഴിയണം? ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് വിചാരിച്ച് ആ തിന്മ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നുന്ന വിധത്തിലുള്ള പേടി എനിക്ക് വേണം. ആ പേടിയാണ് പ്രധാനം. അവിടെ ഉമ്മാനെ പേടിച്ചിട്ടല്ല, ഉപ്പാനെ പേടിച്ചിട്ടല്ല, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, മൗലൈമാരെ പേടിച്ചിട്ടല്ല, അയൽക്കാരെ പേടിച്ചിട്ടല്ല. അല്ലാ നീ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. ആ നിലക്കുള്ള ഒരു പേടി നീ എന്റെ മനസ്സിൽ തരണം. സ്വർഗത്തിലെത്തുവാൻ എനിക്ക് പ്രാപ്തനാക്കുമാർ എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് തരണം. അതുപോലെ തന്നെ നിന്നെക്കുറിച്ചുള്ള നല്ല തവക്കുൽ എനിക്ക് തരണം. ഏത് വിധത്തിൽ എന്ത് മുസീബത്ത് ബാധിച്ചാലും പതറാതിരിക്കാൻ മാത്രം ഒരു യഖീൻ, ഒരു ഉറപ്പ് എനിക്ക് നൽകണം. അതുപോലെ തന്നെ എനിക്ക് കാഴ്ചശക്തിയിലും കേൾവി ശക്തിയിലും ആരോഗ്യത്തിലും ഒന്നും കുറവ് വരാതെ എപ്പോഴും അത് നിലനിർത്തി തരണേ അല്ലാ. ദീനിൽ മുസീബത്ത് വരരുതേ. ആദർശത്തിൽ മുസീബത്ത് വന്നിട്ട് ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടെന്താ? ദീന് ആകെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. വലിയ പണക്കാരനാ, വലിയ വലിയ വിദ്യാസമ്പന്നനാണ്, പക്ഷേ അള്ളാനെ ചോദ്യം ചെയ്യുന്നു, റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നു, ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു. ദീന് പൊളിഞ്ഞു പോയിട്ട് ദുനിയാവെന്ത് കിട്ടിയിട്ട്
എന്താ കാര്യം? അതുകൊണ്ട് ദീനിൽ മുസീബത്ത് വരരുതേ, ഞങ്ങളുടെ ഇൽമു കൊണ്ട് ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കരുതേ. പിന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാ, ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ ഗൂഢതന്ത്രം മെനയുന്നവരോട് നീ പ്രതികാര നടപടി എടുക്കണേ. ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ നീ ഞങ്ങളുടെ മേലിൽ അധികാരികളാക്കി നിലനിർത്തരുതേ. എത്ര അർത്ഥവത്തായ സാരസമ്പൂർണമായ ദുആയാണ്. ഒന്ന് പഠിച്ചുകൊണ്ട് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരൂ പ്രിയമുള്ളവരെ. അതിലാണ് നമ്മുടെ രക്ഷ, അതിലാണ് നമ്മുടെ സമാധാനം, അതിലാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള ഇഹപരമോക്ഷങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതിലപ്പുറമുള്ള ലോകത്തേക്ക് നമ്മൾ നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തഖ്വ കൈപ്പിടറ്റുകൊണ്ട് നമ്മൾ പലവിധത്തിലുള്ള അവസ്ഥകളിലേക്കും പോയി കഴിഞ്ഞാൽ ശൈത്താനാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത്. മദ്യം പോലെ ലഹരിയുള്ള സംഗതി എന്തിനും ഇന്നാളുകൾക്ക് ലഹരിയാണ്. അരീക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോരുമ്പോ എത്രയെത്ര ഫുട്ബോൾ ക്ലബ്ബുകളാ കാണുന്നത്. ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, കളിക്കമ്പം നല്ലത് തന്നെ, പക്ഷെ അതൊരു ലഹരിയായി മാറിക്കൂടാ. കാരണം എന്തെന്നല്ലേ, ലഹരിക്ക് ചില തകരാറുകളുണ്ട്. അത് കുടിച്ചുണ്ടാകുന്ന ലഹരിയാണെങ്കിലും കളിച്ചുണ്ടാകുന്ന ലഹരിയാണെങ്കിലും ചില തകരാറുകൾ ഈ ലഹരിക്കുണ്ട്. അതെന്താ അല്ലാഹു പറയുന്നത്? ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹി ഫഹൽ അൻതും മുൻതഹൂൻ. രണ്ട് ഗാങ്ങായി മാറി നിന്നിട്ട് ചേരിപ്പോരവിടെ വരികയാണ്. രണ്ട് ടീമായി കൊണ്ട് കളിക്കുകയാണ്. ഓരോ കളിക്കാരന്റെയും പിന്നാലെ കുറെ ആളുകളുണ്ട്. അവർ പിന്നെ പരസ്പരം തെറ്റിപ്പിരിയുകയാണ്. അദാവത്ത് വളരുകയാണ്, ശത്രുത വളരുകയാണ്. കൊലപാതകത്തിന് വരെ ഈ കളിക്കമ്പം കാരണമാകുന്നു. മാത്രമല്ലല്ലോ, നിസ്കാരമുണ്ടോ? ഇസ്ലാമിന്റെ ചിട്ടകളുണ്ടോ? പാങ്ക് വിളിച്ചാൽ ശ്രദ്ധയുണ്ടോ? ജമാഅത്തിന് പോകുന്നുണ്ടോ? അള്ളാനെ ഓർക്കുന്നുണ്ടോ? അള്ളാനെ ഓർമ്മയിൽ നിന്ന് നിസ്കാരത്തിൽ നിന്നൊക്കെ തെറ്റിച്ച് കളയുന്ന ഇത്തരത്തിലുള്ള കളി, ആ കളിക്കമ്പവും ലഹരിയും തോന്നിവാസവും മാത്രം ദീനായി കൊണ്ട് നടന്ന് മരിക്കുന്ന നേരത്തെ രക്ഷപ്പെടാൻ കഴിയുമോ? അതുകൊണ്ട് കാരുണ്യത്തിന്റെ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്, ഫഹൽ അൻതും മുൻതഹൂൻ. അവസാനിപ്പിക്കാനായില്ലേ? അതാ നമുക്ക് ചോദിക്കാനുള്ളത്, അവസാനിപ്പിക്കാനായില്ലേ ഈ ലഹരി? വേണ്ടതാണ് ശാരീരിക ആരോഗ്യത്തിന്. രണ്ട് ടീമായിട്ടൊരു കളിക്കളത്തിൽ ഒരു മൈതാനത്തിൽ കുട്ടികളോ വലിയവരോ കളിച്ചാൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ ആ കളിക്കുന്ന ആളുകൾക്കല്ലേ ശാരീരികമായ പ്രശ്നവും ആരോഗ്യമൊക്കെ അതുകൊണ്ട് കിട്ടുള്ളൂ. ഈ കാണുന്ന കോടിക്കണക്കിന് ലോകത്ത് മുഴുവൻ ഓരോ ടീമായിട്ട് വാതുവെപ്പും അതുപോലെ തന്നെ മത്സരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബത്തിൽ തന്നെ ചീത്തപറച്ചിലും പരിഹാസവും തെറിവിളിക്കലും നാട്ടിൽ കൊലപാതകങ്ങളും കത്തിക്കുത്തും എന്തെല്ലാം സംഭവങ്ങളാ ഒന്നിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശൈത്താനായി ഇടപെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചില്ലേ, ശൈത്താനും ദുനിയാവുമാണ് നമ്മെ വഞ്ചിക്കുക. കത്തിയാളുന്ന നരകത്തിയിലേക്ക് കൊണ്ടുപോയിട്ടേ അവന് റെസ്റ്റുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ബാധ്യതകൾ ഏറി വരികയാണ്. നമുക്ക് പ്രബോധന രംഗത്ത് മുന്നേറണമെങ്കിൽ നല്ല അറിവ്, നമ്മൾ ശർഈയായ അറിവ് നേടണം. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ ശർഈയായ അറിവ് നമ്മളും നമ്മുടെ മക്കളും നേടണം. അതൊന്നാമതായി നമ്മൾക്ക് അമൽ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പിന്മാറിയാൽ, വല്ലദീ നഫ്സീ ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി ഔ ലയൂശികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതാണുങ്ങൾക്കും ബാധ്യതയുണ്ട്, പെണ്ണുങ്ങൾക്കും ബാധ്യതയുണ്ട്. സത്യം ചെയ്തുകൊണ്ടാ നേതാവ് നമ്മോട് പറയുന്നത്, നന്മ കൊണ്ട് കൽപ്പിക്കണേ ജനങ്ങളെ, തിന്മ കണ്ടാൽ എതിർക്കണേ. അഥവാ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും അവരവരുടേതായ ബാധ്യത നിർവഹിക്കുവാനുണ്ട്. അത് നിർവഹിക്കാൻ ഒരുക്കമില്ലെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് കടുത്ത ശിക്ഷ അല്ലാഹു ഇറക്കിയേക്കും.
ആ കടുത്ത ശിക്ഷ ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടമായേക്കും, ശാരീരിക രോഗങ്ങളായേക്കാം, വൈദ്യശാസ്ത്രം പകർച്ചു നിൽക്കുന്ന പകർച്ചവ്യാധികളായേക്കാം, വൈറസ് ബാധകളായേക്കാം, ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷകൾ വന്നേക്കും. അങ്ങനെ ശിക്ഷകൾ വരുമ്പോ നിങ്ങൾ മേലോട്ട് നോക്കിയിട്ട് അല്ലാ കാക്കണേ, അല്ലാ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പോകും. പക്ഷേ നിങ്ങൾ എന്ത് ദുആ ചെയ്തിട്ടെന്താ കാര്യം? ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കൂല. അത്ര വലിയ ദുആക്ക് പോലും ഇജാബത്ത് തടയപ്പെടുന്ന ദുരന്തമാണ് വരാനുള്ളത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് പിന്തിരിഞ്ഞാലെന്ന് വരുമ്പോ ഈ കൂട്ടായ്മ കൊല്ലങ്ങളോളമായി അതേ വീട് വീടാന്തരം കയറിയിറങ്ങുന്നുണ്ട്, ലഘുലേഖകൾ കൈമാറുന്നുണ്ട്, ശക്തമായ നിലക്ക് എല്ലാ രംഗത്തും അതിന്റെ കയ്യൊപ്പ് നിർവഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇസ്ലാം അത് മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ കൂട്ടിച്ചേർക്കാതെ മാറ്റം വരുത്താതെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാ തലങ്ങളിലും തുടരുന്നുണ്ട്. ഒന്നിതിനോടൊന്ന് ചേർന്ന് നിന്ന് നോക്കൂ, ഒന്നടുത്തു വന്ന് നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകും. അതിലൂടെയാണ് നമുക്ക് സമാധാനമുള്ളത്, അതിലൂടെയാണ് ശാശ്വതമായ രക്ഷയുള്ളത്. മറ്റുള്ളതെല്ലാം മരണത്തോടെ തീരുകയാണ്. മരിച്ചാലും നമുക്ക് എന്നും ബാക്കിയാകുന്ന അമല് അത് കുറ്റമറ്റ നിലക്ക് നിലനിൽക്കാനുള്ള ശറഈയായ അറിവ് നേടിക്കൊണ്ട് പ്രബോധന രംഗത്ത് ഈ കൂട്ടായ്മയോടുകൂടി ഒന്നിച്ചൊന്നായി എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഹക്കിന് വേണ്ടി ഒന്നിക്കണേ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹത്തോടെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിന് നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നരകമാണ് നമ്മുടെ ഭീതി. നരകത്തിൽ രക്ഷപ്പെടാതെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തണം, അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതിനു വേണ്ട രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ട് ഞാൻ എന്ത് റെഡിയാക്കിയിട്ട് ആ മരണത്തെ കാത്തു നിൽക്കുന്നതെന്നോർക്കണം. അതിന് തഖ്വയല്ലാതെ നിവൃത്തിയില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. നാളേക്ക് വേണ്ടി എന്തൊരുക്കി എന്ന് ചിന്തിക്കാൻ പറഞ്ഞിടത്ത് മുന്നിലും പിന്നിലും പറയുന്നത് അള്ളാനെ പേടിച്ച് ജീവിക്കാനാണ്. അതാണ് നമ്മുടെ കൈമുതല്. ആ അർത്ഥത്തിൽ ഈ കൂട്ടായ്മയെ നിങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ ശക്തമായ നിലക്കുള്ള പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളെ അടുത്തെറിഞ്ഞുകൊണ്ട് ശറഅ് മനസ്സിലാക്കി അതുപോലെ ജീവിച്ച് ലോകത്തുള്ള സർവ്വമതത്തിൽപ്പെട്ട ആളുകളോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അവർക്ക് ഈ സന്ദേശം കൈമാറിയിട്ട് നമ്മളെല്ലാം ഒന്നാണ് ജനങ്ങളെ. ഇന്ത്യയുടെ പ്രശ്നം വരുമ്പോ നമ്മളൊക്കെ ഏത് ആശയക്കാരാണെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യയുടെ പ്രശ്നമാണ്, ഇത് ഇന്ത്യൻ മണ്ണിന്റെ പ്രശ്നമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ട പ്രശ്നമാണ്, ഇന്ത്യൻ ഏറ്റവും വലിയ രൂപത്തിൽ മികച്ചു നിൽക്കുന്ന ആ ഒരു പ്രത്യേകമായ നാനാത്വത്തിലെ ഏകത്വത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. ആ നിലക്ക് ഒന്നിച്ചൊന്നായി മുന്നേറുമ്പോ ആദർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കൊടുക്കുമ്പോ തെറ്റിദ്ധാരണകളുടെ കാർമേഘങ്ങളൊക്കെ ഒരുപാട് പെയ്തു പോകും, ഒരുപാട് മഞ്ഞുരുക്കങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. റബ്ബിന്റെ സഹായം ഉണ്ടായിക്കോളും. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ എങ്കിൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിതു അഖ്ദാമകും, നിങ്ങളുടെ പാദങ്ങൾ ഉറച്ചു നിർത്തും. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് നമ്മൾ എവിടെയും പോകൂല, എവിടെയും പോകില്ല. ഇവിടെ ജനിച്ചോ ഇവിടെ മരിക്കും. അത് ഇവിടത്തെ എല്ലാ ആളുകളും ഒരേപോലെയാണ് പ്രഖ്യാപിക്കുന്നത്. അതിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഇല്ല. കാരണം എല്ലാവരും ഇന്ത്യയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ആ ഒരു ചിന്ത നമുക്കുണ്ട്. അതോടൊപ്പം പ്രിയമുള്ളവരെ, എത്ര കാലം പൗരത്വം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മുടെയൊക്കെ ആയുസ്സിനൊരു പരിധിയുണ്ട്. അതെല്ലാം മതക്കാരും മനസ്സിലാക്കുകയും വേണം. മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അത് ചിന്തിക്കണം. നമുക്കൊക്കെ ആയുസ്സിനൊരു പരിധിയുണ്ട്. മരിച്ചാ പിന്നെ ഒരു പൗരത്വം നമുക്ക് കിട്ടേണ്ടത് സ്വർഗലോകത്താണ്. സ്വർഗത്തിലെ പൗരത്വം നമുക്ക് നഷ്ടമായി കൂടാ. നരകം എന്ന് പറയുന്ന മഹാജയിലിൽ നമ്മൾ കിടക്കേണ്ടി വരരുത്. ഖബർ എന്ന് പറയുന്ന മഹാഭീതി നിറഞ്ഞ ഡിറ്റൻഷൻ സെന്റർ ഉണ്ട്. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. അവിടെ എത്തുമ്പോൾ സൗഖ്യമുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഒന്നായി ഒന്നിച്ച് അണിചേരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രവിച്ച നല്ലവരായ എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രാർത്ഥനാ മനസ്ഥിതിയോടുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അസുഖമുള്ള ആളുകളുണ്ട്, ഉമ്മപെങ്ങന്മാരുണ്ട്, പലരുമുണ്ട്, ആസ്പത്രികളിലുള്ളവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, പല പക്ഷാഘാതം പിടിപെട്ടവരും പല രൂപത്തിലുള്ള അസുഖങ്ങളുള്ളവരുണ്ട്. റഹ്മാനായ റബ്ബേ, ഈ എല്ലാവർക്കും ശിഫ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ,
ഞങ്ങൾക്ക് വെളിച്ചം പകർന്ന് മുമ്പേ നടന്നുപോയ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. ഏത് ഘട്ടത്തിലും ഉറച്ച്, അതുപോലെ തന്നെ പതറാതെ, ഒരിക്കലും തളരാതെ നിന്റെ ദീനിന്റെ പാതയിൽ അടിയുറച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുച്ചരിച്ചുകൊണ്ട് സ്വർഗീയ കാഴ്ചകൾ കണ്ടുകൊണ്ട് സ്വർഗീയമായ വാർത്തകൾ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങളെ നന്നാക്കണേ, ഞങ്ങളുടെ ഇണകളെ നന്നാക്കണേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നന്നാക്കണേ. ഈ നാടിനെ കാക്കണേ നാഥ, ഈ നാടിനെ നീ സംരക്ഷിക്കണേ നാഥ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ثبت أقدامنا وانصرنا على أعدائنا يا عزيز يا جبار يا ذا الجلال والإكرام. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.